വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 17 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രന്റെ ആഗമനം. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടിയല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അവൻ ശിഷ്യരോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. ആകാശത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും. എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. ആ ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവൻ വീടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങി പോകരുത്. അതുപോലെ തന്നെ വയലിൽ ആയിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്നു രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. ദൈവരാജ്യം യേശുവിൻ്റെതായൊരു ഭാഷി. യഹൂദവംശത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്ത യേശുക്രിസ്തുവിന്റെ ചിന്തകളും ദർശനങ്ങളും മനസ്സിലാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിമുഖതരായിട്ടുള്ള ആളുകളിൽ ശ്രദ്ധേയമായിട്ടുള്ള സമൂഹം ആ യഹൂദ സമുദായം തന്നെയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യാത്മകത. യഹൂദ സമുദായത്തിലെ ക്രീമി ലെയർ എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗക്കാരാണ് ഫരീസയർ. പലപ്പോഴും ഈ ഫരീസയ സമൂഹത്തിൽപ്പെട്ട വ്യക്തികളാണ് യേശുവിന്റെ മുഖ്യ പ്രതിയോഗികളായിട്ട് സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നാം കാണുന്നത്. പല അവസരങ്ങളിലും യേശുവായിട്ട് തർക്കിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനും യേശുവിനെ ഓരോ തരത്തിൽ അബദ്ധത്തിൽപ്പെടുത്താം എന്നുള്ള ചിന്തയോടുകൂടിയും ഒക്കെ ഇവർ രംഗപ്രവേശം ചെയ്യുന്നതായിട്ട് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാം. ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്ക ഒരു രംഗം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഫരീസയ സമൂഹത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ യേശുവിനെ സമീപിച്ച് ചോദിക്കുന്നു, നീ ദൈവരാജ്യത്തെ പറ്റി സദാസമയം പ്രസംഗിക്കുന്നു. ഈ ദൈവരാജ്യം എവിടെയാണ്? ഈ ദൈവരാജ്യം എപ്പോഴാണ് വന്ന് ഈ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുക? ഇതായിരുന്നു അവരുടെ ചോദ്യം. യേശു അവരുടെ ചോദ്യത്തിന്റെ പൊരുള് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, എന്നാൽ സത്യം യേശു പറയാൻ സദാ ജാഗരൂകനായതുകൊണ്ടും യേശു അവരോട് പറയുന്നു, ദൈവരാജ്യം ഒരു സ്ഥലവും രാജ്യവും അല്ല. അതൊരു സ്ഥലം എന്നതിനേക്കാൾ അതൊരു അവസ്ഥയാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്.
യേശു ഉദ്ദേശിക്കുന്ന കാര്യം, ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനങ്ങൾ വീണ് ആ വിത്ത് മുളച്ച് ഫലമുണ്ടാക്കുന്ന മനസ്സാണ് ദൈവരാജ്യം. അത് മനുഷ്യന്റെ ഉള്ളിലാണ്. അങ്ങനെ നന്മ വിളയിക്കുന്ന മനസ്സാണ് ദൈവരാജ്യം. ആ വിളയിക്കുന്ന നന്മയുടെ പ്രസരണങ്ങള് ആണ് ചുറ്റുപാടിൽ വീശേണ്ടത്. അല്ലാതെ ടിക്കറ്റ് എടുത്ത് പോകാൻ ഇടവരുന്ന ഒരു രാജ്യമല്ല ദൈവരാജ്യം. അത് മറ്റു രാജ്യങ്ങളെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമല്ല ദൈവരാജ്യം. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന് പറയുന്ന ആ ആപ്തവാക്യം യേശുവിൽ നിന്ന് തന്നെ വരാൻ ഇടവരുത്തിയ സന്ദർഭം ഇതായിരുന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. ആ ഉള്ളിലുള്ള ദൈവരാജ്യത്തെ വികസനമാക്കുക എന്നുള്ളതാണ് വ്യക്തികളായ നമ്മിൽ നിന്ന് യേശു ഉദ്ദേശിക്കുന്നതെന്ന് ആണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ദൈവരാജ്യം ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാവുന്നു എന്ന് യേശു പറയുമ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വേണം വിചാരിക്കാൻ. ഓരോരുത്തരും അവനവൻ്റെതായിട്ടുള്ള ഉൾക്കരുത്ത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇവിടുത്തെ പരാമർശ വിഷയം. നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും ശക്തമായ കരുത്ത് വ്യക്തിയുടെ ഉൾക്കരുത്താണ്. എന്നാൽ വ്യക്തികൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കരുത്ത് കണ്ടെത്താനുള്ള പരിശ്രമം ആ വ്യക്തിയുടെ പരാജയത്തിലേ അവസാനിക്കുള്ളൂ. കാരണം ബാഹ്യമായ ശക്തികൾ എന്തെല്ലാമായാലും അത് നശ്വരമാണ്. ഉൾക്കരുത്തേ മനുഷ്യന്റെ കൂടെ നിൽക്കുകയുള്ളൂ. ഈ ഉൾക്കരുത്തിന്റെ ബലമാണ് യേശുക്രിസ്തു ഈ ലോകത്തിലെ അവതീർണനായി നേടിയെടുത്ത ഏറ്റവും ശക്തമായ ശക്തി. ഒരു പട്ടാള മേൽക്കോയ്മയുടെ അടിസ്ഥാനത്തിലല്ല യേശുക്രിസ്തു രക്ഷണീയ കൃത്യം നിർവഹിച്ചത് എന്ന് നാം ഓർക്കണം. ഉള്ളിന്റെ ഉള്ളിലുള്ള കരുത്ത്. ഈ കരുത്ത് കണ്ടെത്തിയ യേശുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു രീതിയിലാണ് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനിട വന്നത്. ഒരു തരത്തിലുള്ള പട്ടാളത്തിന്റെയും ഒരു തരത്തിലുള്ള സൈനിക ബലത്തിന്റെയും ശക്തി ഇല്ലാതെ ഉൾക്കരുത്തിന്റെ ബലത്താൽ ലോകത്തിന്റെ മുമ്പിൽ വിസ്മയമായി തോന്നാവുന്ന വലിയ കാര്യം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് നേടിക്കൊടുക്കാൻ ഇടവന്നതും ഈ ഉൾക്കരുത്താണ്. ഈ ഉൾക്കരുത്തിനെ സംബന്ധിച്ചാണ് യേശു ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു എന്ന് പറയുമ്പോൾ വിവക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കണം നമ്മൾ. അവിടെ ആ ഉൾക്കരുത്തിന്റെ ശക്തി അന്വേഷിക്കണം, നാം കണ്ടെത്തണം, അതിനെ പരിപോഷിപ്പിക്കണം. അതിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് അനുഭവപ്പെടും. ദൈവവചനത്തിന്റെ വിത്ത് യഥാർത്ഥത്തിൽ വളർന്ന് വികസിച്ചു വരുന്ന മനസ്സിലെ ഉൾക്കരുത്തിൻ്റെതായിട്ടുള്ള ആ ജീവിതം ആസ്വദിക്കാനാകൂ എന്നുള്ളത് നാം മറക്കരുത്. ഈ ഉൾക്കരുത്തിന്റെ ശക്തി അനുഭവവേദ്യമാകുന്ന ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികളുടെ ആ ജീവിത ശൈലിയാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഉൾക്കരുത്തുള്ള വ്യക്തികളായിട്ട് തന്റെ അനുയായികൾ തീരണം എന്നുള്ളതായിരിക്കണം യേശുവിന്റെ അഭിലാഷം. ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള ആശയം മനുഷ്യർക്ക് പ്രദാനം ചെയ്യാൻ ഇടവന്നപ്പോൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം.